Hello dears, welcome back to my channel. I am Ilhan. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഷെൽഫ് ഉണ്ടല്ലോ, ഈ ഒരു ഷെൽഫിൽ ഇരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഒരു ചെറിയ പ്ലാന്റ് ടൂറാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഒന്നല്ല രണ്ട് കാര്യം പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ ആ പേജിൽ ഞാൻ നമ്മുടെ പ്ലാന്റ്സിൻ്റെ അതുപോലെ തന്നെ പോട്ട് സ്റ്റാൻഡുകളുടെ ഒക്കെ ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട്. പ്ലാന്റ്സിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ പേജിൻ്റെ ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പറയുന്നത്, ഈ ഒരു ഷെൽഫ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, വാങ്ങിച്ചതൊന്നുമല്ല. ഒരു വുഡൻ പീസസ് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വുഡൻ പീസസ് നമുക്ക് ഈ ഗ്ലാസിൻ്റെയൊക്കെ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഒക്കെ വരുന്ന ഒരു വുഡൻ ബോക്സസ് ഉണ്ടാവും, ഇങ്ങനെ സ്ക്വയർ ടൈപ്പിലുള്ള ബോക്സസ്. അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഷെൽഫ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷെൽഫാണിത്. ഒരു സ്ക്വയർ പോലെ ഉണ്ടാക്കിയിട്ട് രണ്ട് സ്റ്റാൻഡ് ഇങ്ങനെ തട്ട് കൊടുത്തു, അത്രയും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ഹസ്ബൻഡ് തന്നെ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റാൻഡുകളും കുറേ പോട്ടുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയേക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടി ചെയ്തേക്കുക. അപ്പോൾ പോട്ട് സ്റ്റാൻഡ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് തട്ടിലായിട്ടാണ് ഞാൻ ഈ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡ് ഇതൊരു ചെറിയ സ്റ്റാൻഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ പോട്ടുകളിലാക്കിയിട്ടാണ് ഞാൻ ചെടി ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഇരിക്കുന്ന ഈ ഒരു പ്ലാന്റ്, ഇത് നമ്മുടെ ഒരു ഫിലോഡെൻഡ്രൻ വെറൈറ്റിയാണ്. ഇത് ഫിലോഡെൻഡ്രൻ മിലൻ ക്രൈസോം എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിങ്ങനെ ഹാങ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ അതാണ് ഞാനിവിടെ ഫസ്റ്റായിട്ട് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. പെട്ടെന്ന് വളരുന്ന ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു പ്ലാന്റാണിത്. നമുക്ക് ക്ലൈംബ് ചെയ്ത് സ്റ്റിക്ക് വെച്ച് ക്ലൈംബ് ചെയ്ത് കൊടുക്കാവുന്ന പ്ലാന്റാണ്. അതല്ലെങ്കിൽ ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാന്റാണ്. ഫിലോഡെൻഡ്രൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് ഫിലോഡെൻഡ്രൻ മിലൻ ക്രൈസോം എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഇതാണ്. ഇത് ഒരു പെപ്പറോമിയ വെറൈറ്റിയാണ് കേട്ടോ. കണ്ടോ, ഇതൊരു ചെറിയ പ്ലാന്റാണ്, ഒരു പെപ്പറോമിയ വെറൈറ്റിയാണ്. ഒരു ചെറിയ പ്ലാന്റാണിത്, കണ്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് ഞാൻ രണ്ടാമതായിട്ട് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സ് നമ്മൾ കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ വേറെ പോട്ടിലേക്ക് മാറ്റി നമുക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാനിവിടെ എല്ലാ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത പ്ലാന്റ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് ബേബി ടിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു ചെറിയ ഒരു ബേബി പ്ലാന്റ് ആണ് ഇത് കേട്ടോ. ബേബി ടിയേഴ്സ് ആണിത്. അതിൻ്റെ ഒരു കൊച്ചു പ്ലാന്റ് ആണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത്, കണ്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയല്ലേ, ഒരു പച്ചപ്പൊക്കെ കൊണ്ടുവരാൻ ഒരു അടിപൊളിയാണ്. അടുത്ത പ്ലാന്റ് ഇതാണ്. ഇതും ഒരു ഫിലോഡെൻഡ്രൻ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രൻ മൈക്കൻസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത്, കണ്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഇങ്ങനെ താഴത്തേക്ക് ഹാങ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റാണിത്. ഇതും നമുക്ക് സ്റ്റിക്ക് കൊടുത്തിട്ട് ക്ലൈംബ് ചെയ്തും വളർത്താൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ ഹാങ് ചെയ്തും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു ഹാങ്ങിങ് ബാസ്ക്കറ്റിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. പക്ഷേ ഇങ്ങനെ വെക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നല്ല വെൽവെറ്റ് പോലത്തെ ഇലകളാണ് ഇതിനുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല തിക്കായിട്ടുണ്ടായി വരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. എനിക്ക് ഈ പ്ലാന്റ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഈ പ്ലാന്റാണ് നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ളത്. അത് ഇപ്പം ഇങ്ങനെ താഴത്തേക്ക് ഹാങ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നത്
ഇത് ഞാൻ പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്ലാന്റാണ്. നമ്മുടെ വാൻഡറിങ് ജൂ പ്ലാന്റാണിത്. നന്നായിട്ട് ഹാങ് ആയിട്ട് വരുന്ന ഒരു സൂപ്പർ പ്ലാന്റാണിത്. അപ്പം ഞാനത് വെച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇതേ നോക്കിക്കേ, ഇത്രയൊക്കെ വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി തിക്കായിട്ട് താഴത്തേക്ക് ഹാങ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സ് എങ്ങനെ വളർത്തണം, ഏത് ഷേപ്പിൽ വളർത്തണം, ഹാങ് ചെയ്ത് വളർത്തണോ, ക്ലൈംബ് ചെയ്ത് വളർത്തണോ, അല്ലെങ്കിൽ ഇങ്ങനെ ബുഷാക്കി നിർത്തണോ എന്നൊക്കെയുള്ളത് നമ്മുടെ ഇഷ്ടവും നമ്മുടെ തീരുമാനവും ഒക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് വളർന്നു വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെ വരും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ വാൻഡറിങ് ജൂ പ്ലാന്റാണ് നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെൽഫിനെ കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അടുത്തത് ഒരു കുഞ്ഞു കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് ഉള്ളത്. ഇതും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് പക്ഷേ ഞാൻ ഇവിടെ ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നോക്കൂ, ചെറിയ പുതിയ ഒരു കുഞ്ഞു ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. അടുത്തൊരു പ്ലാന്റ് ഇതാണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് ജെയ്ഡ് പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പേര് എലിഫൻറ്റ് ബുഷ് എന്നാണ്. ജെയ്ഡ് പ്ലാന്റ് വേറെയാണ്. പക്ഷേ എല്ലാവരും തന്നെ ഇതിനെയാണ് നമ്മൾ ജെയ്ഡ് പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജെയ്ഡ് പ്ലാന്റ് ആണ് ഞാൻ അടുത്തായിട്ട് വെച്ചിട്ടുള്ളത്. ഈ പ്ലാന്റ് ഒരു സക്കുലൻ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. കുറച്ച് നന്നായിട്ട് വലുതാവുന്ന പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ബോൺസായി ഒക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിപ്പോൾ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട്, ഒരു കുഞ്ഞു ചെടി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഒരു കുഞ്ഞു മരം നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കിത് ഉള്ളപ്പോൾ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്, ഇത് കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ പ്ലാന്റ് വെക്കുകയായിരിക്കും നല്ലത്. അടുത്തതായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് ചെറിയൊരു DIY പോട്ട് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരു ചെറിയ സെറാമിക് പോട്ടാണിത്. അപ്പോൾ ഇതിൽ ഞാനൊരു ചെറിയ ഫിലോഡെൻഡ്രൻ ബ്രസീലിൻ്റെ ഒരു ചെറിയൊരു തൈ വെച്ചിട്ടുള്ളതാണ്. ഒരു കുഞ്ഞു തൈയാണിത്. അടുത്തത് ഒരു മോൺസ്റ്റർ അഡൻസോണി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഇതും ഒരു ചെറിയ തൈയാണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ ഒരു ചെടിയായിരുന്നു. അപ്പം അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 2 സെപ്പറേറ്റ് പോട്ടിലാക്കി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഒരെണ്ണം വെച്ചത്. ഇതിപ്പോൾ ഞാൻ വെച്ചതിന് ശേഷം വന്നിട്ടുള്ള ഇലകളാണ് ഇത് 3ഉം. ഞാൻ വെക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയൊരു തണ്ട് മാത്രമേ, ഒരു വേരും മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു പോട്ടിൻ്റെ അകത്ത് ഇത് വെച്ചത്. അതിനുശേഷം ഈ 3 ഇലകൾ വന്നു. അതേപോലെ ഇത് കണ്ടു, ഇവിടുന്ന് ചെറിയൊരു ഷൂട്ട്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പുതിയ ലീഫൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ് മോൺസ്റ്റർ അഡൻസോണി എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. അധികം വെയിലോ അതൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. അപ്പോൾ അതും ഞാൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി വലുതായി കഴിയുമ്പം വേറൊരു പോട്ടിലേക്ക്, കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റി നട്ടാൽ മതി. അതിൻ്റെ തൊട്ട് താഴെ ഇത് ഫിലോഡെൻഡ്രൻ പ്ലാന്റ് തന്നെയാണ്. ഫിലോഡെൻഡ്രൻ കോർഡാറ്റം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. ഇത് നല്ല ബുഷിയായിട്ട് തിക്കായിട്ട് പോട്ട് നിറഞ്ഞുണ്ടായി വരുന്ന ഒരു ഒരു ഹാങ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പ്ലാന്റ്സ് ഒക്കെ പോലെ തന്നെ ഇതും ഹാങ് ആയിട്ട് വരുമ്പോൾ, താഴത്തേക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ഫിലോഡെൻഡ്രൻ കോർഡാറ്റം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം വേഗത്തിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. ഒരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അതാണ് നമ്മളുടെ അടുത്ത പ്ലാന്റ്. അടുത്തതായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് ഇതൊരു വാൻഡറിങ് ജൂവിൻ്റെ ഒരു ചെറിയ ഒരു വെറൈറ്റിയാണിത്. ഒരു ഗ്രീനും വൈറ്റും കോമ്പിനേഷനിലുള്ള ഒരു ചെറിയ വെറൈറ്റിയാണ്, കണ്ടോ. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ വാങ്ങിയിട്ട് അധികം നാളായിട്ടില്ല ഈ പ്ലാന്റ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മൾ പുതിയതായിട്ട് വെച്ച് കഴിയുമ്പോൾ അങ്ങനെ ആയിരിക്കും, കുറച്ചൊക്കെ കൊഴിഞ്ഞു പോവും. ചെറുതായിട്ട് ഇവിടുന്ന് ഒരു നീളത്തിൽ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാനത് ഇതിനകത്തേക്ക് എടുത്ത് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ക്ഷീണത്തിലാണ് ഇരിക്കുന്നത്, എങ്കിലും ഇത് നന്നായിട്ട് വരുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇത് ഒത്തിരി നിറഞ്ഞുണ്ടായി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്, വാൻഡറിങ് ജൂ. അടുത്തത് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇത് ഒരു സാൻസെവേറിയ വെറൈറ്റി ആണ്. ഇത് കുറച്ച് നല്ല വലുതാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അത്ര വലിയ ഒരു വളർച്ച എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിങ്ങനെ ചെറുതായിട്ട് തന്നെ ഇരിക്കുകയാണ്, അധികം വളർന്നിട്ടില്ല. വളർന്നിട്ടുണ്ട്, പക്ഷേ അധികം
അത്ര സ്പീഡിലൊരു വളർച്ച ഇതിനില്ല. ഭയങ്കര സ്ലോ ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതും നല്ല വലുതാവുന്ന ഒരു ചെടിയാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്താ പറയുക, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇത് നമ്മുടെ ഫിലോഡെൻഡ്രൻ ബ്രസീലിൻ്റെ ഒരു കുഞ്ഞു തൈയാണിത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്ലാന്റ് കാണിച്ചില്ലേ, ഈ ഒരു പ്ലാന്റ്, ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കട്ടായി പോയതായിരുന്നു. അത് ഞാൻ അതിൽ വേറെ പോട്ടിലേക്ക് മാറ്റി അതിനകത്ത് നട്ടതാണ്. ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ്. അപ്പോൾ ഇതൊരു കുഞ്ഞു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും നന്നായിട്ട് ഇതേപോലെ തന്നെ ക്ലൈംബ് ചെയ്ത് വളരുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ നേരത്തെ ഫിലോഡെൻഡ്രൻ ബ്രസീലിൻ്റെ ഒരു കെയറിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയേക്കാം കേട്ടോ. ഒരു സൂപ്പർ പ്ലാന്റ് ആണ് ഫിലോഡെൻഡ്രൻ ബ്രസീൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് ഷെൽഫിലെ ലാസ്റ്റ് പ്ലാന്റ്. അപ്പോൾ ഈ ഒരു ഷെൽഫ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു വലിയ ജനലുണ്ട്. ഈ ജനലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ നിന്ന് ഒരു ജനൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല രീതിയിൽ വെളിച്ചം ഈ ഒരു ഷെൽഫ് ഇരിക്കുന്ന ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന ചെടികൾ, പുറത്തിരിക്കുന്ന ചെടികളാണെങ്കിൽ പോലും നന്നായിട്ട് ഇവിടെ സർവൈവ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പ്ലാന്റിൻ്റെ ഷെൽഫൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ജനലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നന്നായിട്ട് വെളിച്ചം കിട്ടുന്നൊരു ഏരിയയിൽ, ഒരു ഭിത്തിയിൽ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കോർണറിലൊക്കെ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ഷെൽഫൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒരു ഭിത്തിയിൽ ഇങ്ങനെ നിറയെ ചെടികളൊക്കെ ഒന്നിച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അത് കുറച്ച് ഹാങ് ചെയ്ത് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണിച്ച പ്ലാന്റ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചേക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റായിട്ട് നിങ്ങൾ അറിയിച്ചേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.